ഇത് ഭാരതീയ പാരമ്പര്യമാണ് ഗുരുവിനെ പൂജിക്കുന്നത് എന്നാണ് പറയുന്നത്. മാതാ പിതാ ഗുരു ദൈവം എന്നുള്ളതാണ് ഇവർ ഈ ആവർത്തിച്ച് പറയുന്നത്. പക്ഷെ സത്യത്തിൽ എവിടെയെങ്കിലും രേഖപ്പെടുത്തപ്പെട്ട ഒന്നല്ല ഈ മാതാപിതാ ഗുരുദൈവം എന്നുള്ളത്. അതിപ്പോൾ പഴഞ്ചൊല്ലുകൾ പലതരത്തിൽ നിലവിലുണ്ടല്ലോ. അപ്പോൾ ഇത് കുറച്ചു കാലം പഴക്കമുള്ള ഒരു പഴഞ്ചൊല്ല് എന്നതിനപ്പുറത്തേക്ക് ഇത് ഏതെങ്കിലും തരത്തിൽ അത്തരം ഇത് വൈദിക കാലഘട്ടം മുതൽ എവിടെയെങ്കിലുമൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള അങ്ങനെ പാലിച്ചു പോരേണ്ട ഒന്നാണ് എന്ന് എവിടെയും പറയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതിപ്പോൾ സ്വാമി വിവേകാനന്ദൻ പോലും അത് പറയുന്നില്ല. മാത്രമല്ല ആത്മാഭിമാനമുള്ളവരായി വളരുക എന്നതാണ് ഇവരെല്ലാം പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇപ്പോൾ അത് മാത്രമല്ല, ഈ പരിപാടി ഉണ്ടല്ലോ, ഈ കാല് പിടിക്കുന്ന പരിപാടി, അത് ആരുടെ കാല് പിടിക്കുന്നതുമായിക്കോട്ടെ, അതിനെതിരെ ശക്തമായി പറഞ്ഞിട്ടുള്ളവരാണ് ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാക്കളായ പലരും. ഇപ്പോൾ ബാബാ സാഹിബ് അംബേദ്കർ ഇതിന് ശക്തമായി എതിരായിരുന്നു. അദ്ദേഹം ഇതിനോട് വിരുദ്ധ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ജ്യോതിറാവ് ഫൂലെ ഇതിനെതിരായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇതൊക്കെ രേഖപ്പെടുത്തപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. ഇവരൊക്കെ ഇതിനെതിരായിരുന്നു എന്നുള്ളത്. എന്തുകൊണ്ടാണ് അവരൊക്കെ മാത്രം ഇതിനെതിരായി നിന്നതിന് കാരണം അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങളായിരുന്നു, വിദ്യ അഭ്യസിക്കാനുള്ള അവകാശമില്ലാത്തവരായിരുന്നു. ഇതിപ്പോൾ ഗവർണർ പറഞ്ഞല്ലോ ഇത് ഭാരതീയ പാരമ്പര്യമാണെന്ന്. ഏത് പാരമ്പര്യത്തിൻ്റെ കാര്യമാണ് ഗവർണർ പറയുന്നതെന്ന് ഞാൻ അത്ഭുതപ്പെടുകയാണ്. കാരണം ഗവർണറുടെ സാമുദായിക വിഭാഗം, ഈ ഗവർണർ ഈ ഒരു പോർച്ചുഗീസ് കാലഘട്ടത്തിന് മുമ്പാണ് ഗോവയിൽ ജനിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് ഈ പറയുന്ന ഗുരു ഏർപ്പാട് എന്താണെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹം അവിടെ ഗോവയിലെ വിദ്യാഭ്യാസ സാഹചര്യം എന്ന് പറയുന്നത് ഇപ്പോൾ പിന്നോക്ക വിഭാഗക്കാർക്ക് അല്ലെങ്കിൽ ഇപ്പോഴത്തെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കോ അവർണർക്കോ ഒക്കെ വിദ്യാഭ്യാസം ലഭ്യമാകുന്ന സാഹചര്യം ഗോവയടക്കമുള്ള പ്രദേശത്ത് ഉണ്ടാകുന്നത് മറ്റ് സാഹചര്യങ്ങളെ അപേക്ഷിച്ച്, മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കുറച്ച് നേരത്തെയാണ്. കാരണം എന്താണ്, പോർച്ചുഗീസുകാർ വരുന്നു, പോർച്ചുഗീസുകാർ അവിടെ വിദ്യാഭ്യാസ സമ്പ്രദായമൊക്കെ കൊണ്ടുവരുന്നു. പക്ഷേ അപ്പോഴും ഒരു പ്രശ്നമുണ്ട്, ഈ മതം മാറിക്കഴിഞ്ഞാലേ വിദ്യാഭ്യസിക്കാനുള്ള അവകാശം കിട്ടിയിരുന്നുള്ളൂ എന്നുള്ള പ്രശ്നം അവിടെയുണ്ട്. യഥാർത്ഥത്തിൽ എല്ലാ സാമുദായിക വിഭാഗങ്ങൾക്കും ഗോവയിൽ വിദ്യ അഭ്യസിക്കാനുള്ള അവകാശം കിട്ടുന്നത് ഏതാണ്ട് 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ്. അതായത് ഈ ഗവർണർ ഉദ്ദേശിക്കുന്ന ഈ ഭാരതീയ പാരമ്പര്യം എന്നതിൽ ഗവർണറുടെ സമുദായം പോലും ഉൾപ്പെടുന്നില്ല എന്നുള്ളത് അദ്ദേഹം ചിന്തിക്കുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട്. അതായത് ബ്രാഹ്മണരും ക്ഷത്രിയർക്കും വൈശ്യർക്കും വരെ ഒരു കാലത്ത് സാധ്യമായിരുന്ന വിദ്യാഭ്യാസത്തെക്കുറിച്ചും അവരുടെ ഗുരുക്കന്മാരെക്കുറിച്ചും അവരുടെ പാരമ്പര്യത്തെക്കുറിച്ചുമാണ് ഗവർണർ പറയുന്നത്. ഗവർണറുടെ സമുദായത്തിനും അത് കിട്ടിയിരുന്നില്ല എന്നുള്ളത് അദ്ദേഹം മറന്നു പോകുന്നു എന്നുള്ളതാണ്.